കേണൽ ഡിന്നി ടെലിഫോൺ ലൈനുണ്ട്. സാർ, രാവിലെ മുതൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് താങ്കളുമായി സംസാരിക്കാൻ. കാരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്താണിപ്പോൾ ഇതിനകത്ത് നമ്മളിനി സ്വീകരിക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ ചേരാൻ പോകുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി വളരെ വേഗം തിരിച്ച് കശ്മീരിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് ഇതുപോലത്തെ ഉള്ള ഒരു സിനാരിയോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടുള്ളത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് നേരത്തെ തന്നെ ഉണ്ട്. ഒരു SOP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത് നമ്മൾ ഈ പല സിനാരിയോസിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നേരത്തെ തന്നെ ഇത് ഏറ്റവും മുകളിൽ ലെവലിലും അതുപോലെ തന്നെ ആർമി ആയാലും സൈന്യമായാലും അവരവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷയെ ബാധിക്കുന്ന ഓരോ ഇൻസിഡന്റും എങ്ങനെയൊക്കെ സംഭവിക്കാം, എന്തൊക്കെ വരാം എന്നുള്ള പല പല സംഭവങ്ങളിൽ ഒരു സംഭവം തീർച്ചയായിട്ടും ഇതുപോലൊരു സംഭവം ആണ്. അതായത് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് പാകിസ്ഥാന്റെ ഭീകരവാദികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി കുറെ ഓപ്ഷൻസ് നമ്മളെ ഓൾറെഡി കാണും, അതായത് ഓൾറെഡി ഉണ്ട്. അപ്പം ആ ഓപ്ഷൻസിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ അതിപ്പോ CCS മീറ്റിംഗ് നടക്കാൻ പോകുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് നമ്മളെ ഉദ്ദേശങ്ങൾ എന്താണ്, അത് നേടാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ തെരഞ്ഞെടുക്കുക, ആ ഓപ്ഷൻ നടപ്പാക്കുക, സൈന്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു രീതി. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ ഓപ്ഷൻസ് ധാരാളം ഓൾറെഡി ഉണ്ട്. ആ ഓപ്ഷൻസ് രാഷ്ട്രീയ ഇച്ഛാശക്തി വെച്ച് പ്രൈം മിനിസ്റ്റർ മോദിയും മറ്റ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളും സൈന്യവുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു ഓപ്ഷൻ എടുക്കും. പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്. കശ്മീരിന്റെ ഭീകരവാദത്തിനെ സംബന്ധിച്ചോളം ഒരു റെഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്ത ഒരു ടെറർ അറ്റാക്ക് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ തിരിച്ചടി അതേ രീതിയിലൊരു മറുപടി തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതാണ് എടുക്കുന്നതെന്ന്, എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഔദ്യോഗികമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമ്മുടെ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. കൃത്യമായി തന്നെ വിവരങ്ങൾ ഇതിനകം ലഭ്യമായി കാണുമല്ലോ, ആരാണ് ഇതിന്റെ പിന്നിലെന്നതും ആരുടെയൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ. ഇപ്പോൾ ഒരു കടലാസ് സംഘടന മുമ്പിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ആര് കൃത്യമായി പിന്തുണ നൽകുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നു കാണുമല്ലോ. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, ഇത് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ അത് ലഷ്കർ തോയ്ബയുടെ തന്നെ ഓപ്പറേറ്റീവ്സ് ആണ്, അവർ തന്നെയാണ് ചെയ്തതെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. അവരുടെ ശൈലി തന്നെയാണ്. ഇവര് എവിടെയാണ് ഈ ടാർഗറ്റിനെ ചൂസ് ചെയ്തതും അവർ ഓരോ ടൂറിസ്റ്റിനെയും തെരഞ്ഞ് ഐഡന്റിറ്റി കാർഡ് വെച്ച് പേരുകളും മതവും നോക്കി അങ്ങനെ ചെയ്യുന്നത് ലഷ്കർ തോയ്ബയുടെ ഒരു സിഗ്നേച്ചർ ഓപ്പറേഷൻ പോലെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ സമയം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസീസ് അത് നേടിയിട്ടുണ്ടാവും. അതിന്റെ വെരിഫിക്കേഷൻസ് മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ആൻഡ് അവിടെ ഓൺ ഗ്രൗണ്ടിൽ സൈന്യത്തിന് ആ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്റെ ഒരു ബലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഈ വരും ദിവസങ്ങളുടെ ഉള്ളിൽ, അത് ഞാൻ വെറുതെ പറയല്ല, കശ്മീരിന്റെ ഈ ടെററിസ്റ്റ് ഓപ്പറേഷൻസിൽ പങ്കുചേർന്നും അവിടുത്തെ ഒരു പഠനം ചെയ്തിട്ടുള്ള ആളെന്നുള്ള ഒരു ടെററിസ്റ്റും അവർക്കൊരു ഫിക്സ്ഡ് ലൈഫേ ഉള്ളൂ. ആ ലൈഫ് കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു. അതാണ് പണ്ട് അവിടെ ഒരു ജനറൽ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞതായിരുന്നു കോർ കമാൻഡർ, അത് കിത്തനെ ഗാസി ആയ കിത്തനെ ഗാസി ഗായെ, എത്ര പേര് വന്നാലും ശരി അവരുടെ കാര്യം ആർമിയുടെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് തീർന്നു തന്നെയാണ്. അപ്പൊ ഈ 6 പേര് അവരെ ഓരോരുത്തരെയും ആർമി ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ അവരില്ലാതാക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആരെയാണോ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഏത് ഏജൻസിയാണോ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഏത് രാജ്യമാണോ, ആ രാജ്യത്തിന് നോവുന്ന രീതിയിലേക്ക് വേണം അടുത്ത നമ്മുടെ നടപടി എന്നാണ് നമ്മളെല്ലാവരുടെയും നമ്മൾ നോക്കുന്ന കാര്യം. അത് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരുപാട് വർഷങ്ങളായി വളരെ സമാധാനപൂർണമായി കഴിഞ്ഞു പോയിരുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 10 വർഷമായെങ്കിലും ചുരുങ്ങിയത്. കാരണം അതിനുശേഷം ഇത്രയൊരു ആക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത്, നേരത്തെ ഇത് സംസാരിച്ച പലരും പറഞ്ഞതുപോലെ ഒരു പ്രാദേശികമായ സഹായം ലഭിക്കാതെ സാധിക്കില്ലല്ലോ. ഇപ്പോൾ അയൽരാജ്യത്ത് നിന്ന് പെട്ടെന്ന് ഓടി വന്ന് ചെയ്ത ഒരാളുകളായിരിക്കില്ല. അവിടെയും ഇത്തരക്കാരായ നിരവധി ആളുകൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണമെന്നും ഈ സമാധാനം ഇഷ്ടപ്പെടാത്ത ആളുകളായ നിരവധി ആളുകൾ ലോക്കലായും കാണുമല്ലോ സ്വാഭാവികമായും.
തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ട് ശ്രീരഞ്ജൻ. അതിപ്പം നമ്മളിപ്പോ ഇപ്പം കശ്മീർ മാത്രം നോക്കണം, നമ്മൾ വേറെ ഏത് സംസ്ഥാനത്ത് നോക്കിയാലും ഇതേപോലത്തെ സ്ലീപ്പർ സെൽസും ഇതേപോലത്തെ ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന OGWs എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവര് ഒന്നീ പൈസയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തിന്റെ പേരിലായിരിക്കും അവരത് അതിനകത്ത് ഏർപ്പെടുന്നത്. അത് കശ്മീരിലുണ്ട്, പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. അവിടുത്തെ ലോക്കൽസിന് അന്ന് നമ്മളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് എന്താ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം അങ്ങനൊന്നുമല്ല, അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് ഇത്രയും തുക കൊടുക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമാകാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ചിലവർ ഭയം കൊണ്ടാവാം അവരെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അവരെ നോവിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് സഹകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു ടൈമായിരുന്നു ഇപ്പം. ലോക്കൽ റിക്രൂട്ട്മെന്റ്, അതായത് ലോക്കൽ ടെററിസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള ആളുകളെ കിട്ടാത്ത രീതിയിലാണ്. പക്ഷെ ഡെഫിനറ്റ്ലി 1-2 പേരൊക്കെ കിട്ടാനും, അല്ലെങ്കിൽ ഇങ്ങനെ ചെന്ന് വഴി കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഡിപ്ലോയ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവരെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും നമുക്ക് ഒരിക്കലും 100% അവരെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പക്ഷെ ലോക്കൽ സപ്പോർട്ട് പണ്ടത്തെ പോലെ ലോക്കൽ സപ്പോർട്ട് ഇല്ല. എന്നാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ഇപ്പോഴും ഇതുപോലത്തെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ലോക്കൽ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ ഈ പ്രാദേശികമായി ഉള്ള ഈ സ്ലീപ്പർ സെൽസ് ഇവരാണ് ഇപ്പോഴും ഒരു വെല്ലുവിളി അല്ലേ? നമ്മൾ ഇത്രയധികം പ്രയത്നം നടത്തിയിട്ടും അയൽ രാജ്യത്തെ നിന്നുള്ള നുഴഞ്ഞുകയറ്റമൊക്കെ തടയാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ വിജയിച്ചിട്ടും ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് വീണ്ടും വെല്ലുവിളിയാകുന്നത്, നമുക്ക് പൂർണ്ണമായും തുടച്ചു നിൽക്കാനാകാത്തത്. കറക്റ്റ്. അത് അവർ തന്നെയാണ് എക്കാലത്തും വെല്ലുവിളി. അവരെ നമ്മൾ എത്രയും ചെറിയ സംഖ്യയിലേക്ക് ആക്കുന്നതാണ് നമ്മുടെ വിജയം. കാരണം ഈ ഇൻഫർമേഷൻ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ശരി. ഇപ്പം അവിടെ ഒരു ഭീകരവാദി ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്ന ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇത് വരുന്നതും ഇവരിൽ നിന്നാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ ഭീകരവാദികൾക്കും കൊടുക്കുന്നത് ഇവിടുന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പം ഒരു പരിധി വരെ അതിന് ഒരു കുറഞ്ഞു വരുന്നതിന്റെ കാരണം അവിടുത്തെ സാഹചര്യം മാറി വരുന്നുകൊണ്ടാണ്. ഒന്നാമത് ലോക്കൽ സപ്പോർട്ട്, അതായത് പൊതുവെ ഉള്ള ലോക്കൽ സപ്പോർട്ട് ഇപ്പം ഈ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇന്നും രാവിലെയൊക്കെ ആയിട്ട് വളരെ പ്രതിഷേധമൊക്കെ കശ്മീരിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് അവിടെ കടകളെല്ലാം അടച്ചിട്ട് ബന്ദാണ്. ഇതൊന്നും പണ്ട് ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു കശ്മീരാണ്. പണ്ടൊക്കെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ കല്ലെറിയാനും അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലായിരുന്നു അവിടുത്തെ പൊതുവെ ലോക്കൽസ് കുറെ പേരെങ്കിലും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ഇങ്ങനെ ഒരു ഭീകരവാദം നടന്ന സമയത്ത് അവര് തന്നെ പ്രതിഷേധത്തിലും വരുന്നതിന്റെ ഒരു കാരണം വലിയൊരു മാറ്റം തന്നെയാണ്. രണ്ടാമത് ഈ ഒരു ഭീകരവാദത്തിലൂടെ കശ്മീരികളെയാണ് ആക്ച്വലി അവരുടെ എല്ലാ വരുമാന മാർഗം നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ആക്ച്വലി ആ ഓപ്പറേഷൻ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെററിസ്റ്റിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും നന്ദി കേണൽ ഡിന്നി, താങ്കൾ ഈ വിഷയത്തിൽ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുരക്ഷാ സേനയുടെ വിന്യാസമാണ് അവിടെ എന്നുള്ളതാണ്. സുരക്ഷാ സേന വലിയ തോതിൽ അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അവർ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ധാരാളമായി ഇനിയുള്ള നിരവധി കാര്യങ്ങളിൽ ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട്. ഭീകരരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ശ്രീ കേണൽ ഡെന്നി പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ്.